ഒരേ കാര്യം തന്നെ, ഒരേ വസ്തുവിന് തന്നെ ശുദ്ധിയും അശുദ്ധിയും കൽപ്പിച്ചിരിക്കുന്നത് ധർമ്മം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വല്ലാണ്ട് പ്രാകൃതമായി പോയി. ഈ അറിവ് പറഞ്ഞു തരാനോ മനസ്സിലാക്കാനോ മനസ്സിലാക്കിക്കാനോ ആൾക്കാരുണ്ടായില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ശുദ്ധം അശുദ്ധം എന്ന് പറയണത് സവർണർക്ക് വേണ്ടിയിട്ടുള്ള സാധനമാണ്, അവർണരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നൊരു തെറ്റിദ്ധാരണയിലേക്ക് മാറിപ്പോയി. അപ്പോൾ ഭഗവാൻ വ്യക്തമായിട്ട് പറഞ്ഞു, ശുദ്ധി അശുദ്ധി വിധീയേത സമാനേഷ്വപി വസ്തുഷു ദ്രവ്യസ്യ വിജയൽസാർത്ഥം ഗുണദോഷൗ ശുഭാശുഭൗ. ധർമ്മം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചില വസ്തുക്കൾ നിലത്ത് വെക്കാൻ പാടില്ല എന്ന് പറയും. ഏറ്റവും നല്ലത് ശംഖ് നിലത്ത് വെക്കാൻ പാടില്ല, ശംഖുകാലുമേ വെക്കാൻ പാടുള്ളൂ. അതുപോലെ പുസ്തകം വ്യാസപീഠത്തിലേ വെക്കാൻ പാടുള്ളൂ. പിന്നെ നമ്മൾ ഇരിക്കുന്നത് വെറും നിലത്ത് ഇരുന്നുകൂടാ, പലകയമയോ അല്ലെങ്കിൽ ഏതെങ്കിലും പായമയോ അങ്ങനെ ഇരിക്കാവൂ. എന്തിനാ ഇത് പറയണത്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, സുരക്ഷിതമായിട്ടുള്ള അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ്. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ധർമ്മങ്ങളാണ്. സുഭാഷിതത്തിൽ ആചാര്യന്മാർ പറയും, ഒരു പുസ്തകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ശത്രുക്കൾ, ഒന്ന് വെള്ളവും മറ്റത് എണ്ണയാണെന്നാണ്. അത് രണ്ടും വീണാൽ കഴിഞ്ഞു പുസ്തകത്തിൻ്റെ കഥ. അത് ക്ഷേത്രത്തിലെ ഇടയ്ക്ക ഒരിക്കലും ചെണ്ട പോലെ നിലത്ത് വയ്ക്കാറില്ല, കെട്ടിത്തൂക്കിയിടുള്ളൂ. ഇതൊക്കെ എന്തിനാ പറയണത്? ആ ധർമ്മം നിലനിൽക്കാൻ. ഒരേ വസ്തുവിന് തന്നെ രണ്ട് വ്യക്തികൾക്ക് രണ്ടായിട്ട് പറയും. ഇപ്പൊ സാധാരണ നമ്മൾ സംസ്കാരം അനുസരിച്ച് കുളിച്ച് ശുദ്ധമായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോവുക. ഇപ്പം അകത്ത് പൂജയ്ക്ക് പോകണമെന്നില്ലേ, അതിനുവരെ ശങ്കൂട്ടിനെ പോലുള്ള ഒരാളാണെങ്കിലോ നീ കുളിക്കണ്ട, വേഷം ഡ്രസ്സ് മാറിയാൽ മതി എന്ന് പറയും. അവനെ മുങ്ങി കുളിപ്പിക്കാറില്ല ആ പ്രായത്തിലുള്ള കുട്ടികളെ. അതെന്താ കാരണം? പ്രായത്തിന്റെ വ്യത്യാസം. അതാണ് അധികാരി ഭേദം എന്ന് പറഞ്ഞത്. ഗുരുവായൂരുള്ള മേശാന്തിയും ഞാനും രണ്ടുപേരും മനുഷ്യരല്ലേ? ഗുരുവായൂർ മേശാന്തിയെ ഞാൻ തൊട്ടാ എന്താ കുഴപ്പം എന്നാണ് ഇന്നത്തെ ആൾക്കാർ ചോദിക്കുക. ഗുരുവായൂരെ മേൽശാന്തി പോകുന്ന പോലെയാണോ നമ്മൾ ഗുരുവായൂർക്ക് പോണേ? ഇവിടെ നിന്ന് നമ്മൾ ഗുരുവായൂർക്ക് പോകുമ്പോൾ ട്രെയിനിൽ കയറിയിട്ടോ ബസ്സിൽ കയറിയിട്ടോ ഒക്കെ പല ആൾക്കാരുമായിട്ട് സംസർഗം കഴിഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുക. അവിടെ ചെല്ലുമ്പോൾ നട അടച്ചേക്കാണ്, എന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ആ ഹോട്ടലിലും കയറും. എന്നിട്ടാണ് പല ആൾക്കാരുമായിട്ട് ക്യൂ നിൽക്കുക. ബസ്സിൽ കയറുമ്പോൾ തന്നെ ചിന്തിച്ചോളൂ, എത്രയധികം സാംക്രമിക രോഗങ്ങളുള്ള ആൾക്കാരുണ്ടാവും ബസ്സിലും ട്രെയിനിലും. ആ സാംക്രമിക രോഗങ്ങൾ പകർന്നിട്ട് ആ നെഗറ്റീവ് എനർജിയുമായിട്ടാണ് നമ്മൾ ചെല്ലണേ അമ്പലത്തിലേക്ക്. നമ്മൾ തൊഴാനാന്നാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ശുദ്ധി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഗുരുവായൂർ മേൽശാന്തി ആണെങ്കിൽ ആ കുളത്തിൽ കുളിച്ചിട്ട് നേരെ അകത്തേക്ക് പോവാ. അപ്പം ആ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും കൂടി അതാണ് ഈ അയിത്തം, തൊട്ടുകൂടായ്മ എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഇത് നമുക്ക് എപ്പോഴാണ് മനസ്സിലായെന്നറിയോ? നമുക്ക് ലോകത്തിലുള്ള എല്ലാവർക്കും മനസ്സിലായത് 2020-21 അപ്പം ആർക്കും കെട്ടിപ്പിടിക്കാൻ വേണ്ട, ഉമ്മ വയ്ക്കാൻ വേണ്ട, ഷെയ്ക്കാനും വേണ്ട, ഒന്നും വേണ്ട. ദൂരെ നിന്ന് ഇതല്ലേ ഭാരതീയ സംസ്കാരം. ഭാരതത്തിലെ ഋഷിമാർ പറഞ്ഞില്ലേ, ഒരാളെ കണ്ടാൽ തൊഴുതാ മതി. എന്തിനാ കൈമ കയറി പിടിക്കാൻ പോണേ? ആ സമയത്ത് 2020-21 പച്ചവെള്ളം ഒഴിച്ച് കഴുകണോ, ചുടുവെള്ളം ഒഴിച്ച് കഴുകണോ, തിളച്ചവെള്ളം ഒഴിച്ച് കഴുകണോ, സാനിറ്റൈസർ ഇട്ട് കഴുകണോ, സൾഫ്യൂരിക് ആസിഡ് ഇട്ട് കഴുകണോ, ഡെറ്റോൾ ഇട്ട് കഴുകണോ, എന്തൊക്കെ കൊണ്ടാ കൈ കഴുകണേ? മൂക്കും വായൊക്കെ പൊതിഞ്ഞ് കെട്ടി. പണ്ട് കാലങ്ങളിൽ ഗൃഹത്തിന്റെ മുമ്പിൽ ഒരു കിണ്ടി വെള്ളം വയ്ക്കും. എന്തിനാ? കാല് കഴുകിയിട്ട് വേണം അകത്ത് കയറാൻ. എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്? ശുദ്ധിയും അശുദ്ധിയും പറയാൻ. നമ്മൾ എന്ത് തൊട്ടാലും നമ്മുടെ കൈ മലീമസമാവും. അപ്പൊ നമ്മുടെ കൈ എപ്പോഴും ഹൈജീൻ ആയിരിക്കണം, ശുദ്ധമായിട്ടിരിക്കണം. അതുകൊണ്ടാണ് ഒരു കിണ്ടി വെള്ളം ഏത് പൂജയ്ക്കും ഇടത്തുകിണ്ടി ഉണ്ടാവും. ഇടത്തുകിണ്ടിയുടെ പ്രധാനപ്പെട്ട ധർമ്മം. പിതൃകർമ്മങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതാ പറഞ്ഞത്, ഈ ശുദ്ധാശുദ്ധികൾ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, പൊതുവായിട്ടുള്ള സ്ഥലത്തേ പറയേണ്ട കാര്യമുള്ളൂ. അപ്പൊ ഇതൊക്കെ പറഞ്ഞത് നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നത് അല്പനേരം മുമ്പ് പരമേശ്വരൻ പറഞ്ഞുള്ളൂ. ഇപ്പോഴത്തെ ആൾക്കാർക്ക് എച്ചിലെന്താ, വറ്റെന്താ, വൃത്തി എന്താന്ന് അറിയില്ല. പണ്ട് കാലങ്ങളിൽ ചോറ് വിളമ്പ് കൈകൊണ്ട് കൂട്ടാനെടുത്ത് അമ്മൂമ്മയുടെ നിന്ന് അടി കിട്ടിയിട്ടുണ്ട്. തൃപ്പൂണിത്തുറയിൽ നിന്ന് ഇരിങ്ങാലക്കുടയ്ക്ക് അമ്മൂമ്മയെ കാണാനായിട്ട് പോകുമ്പോൾ ബസ്സിലാണ് പോവുക. വണ്ടി ശുദ്ധാണെന്നും പറഞ്ഞ് ഷർട്ടും ട്രൗസറും ഉൾപ്പെടെ കുളത്തിൽ മുങ്ങിയിട്ട് അകത്തേക്ക് കിടത്താൻ പറ്റുള്ളൂ. വണ്ടി ശുദ്ധാണെന്ന് പറയും. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ കിണ്ണം ഇതേപോലെ ടാപ്പിൽ കഴിക്കാൻ പോരാ, കുളത്തിൽ കൊണ്ട് മുക്കണം.
ടാപ്പിൽ കഴുകിയാൽ പോരാ, അന്നും ടാപ്പുണ്ട്, മോട്ടറുണ്ട്. ടാപ്പിൽ കഴുകിയാൽ പോരാ, വെള്ളത്തിൽ കഴുകണം. വെള്ളത്തിൽ കൊണ്ട് കുളത്തിൽ കൊണ്ട് മുക്കി കഴുകണം. പണ്ട് പോയുടെ പാത്രം തേക്കുന്ന കുളത്തിലാ, ക്ഷേത്രത്തിലെയും ഇല്ലങ്ങളിലെയൊക്കെ പാത്രം തേക്കാൻ ഒരു കുളം തന്നെയുണ്ട്. എന്തിനാ കുളത്തിലിട്ട് തേക്കണേ? ഫുള്ളി ഇമ്മേഴ്സ്ഡ് ആവും. പൂർണ്ണമായിട്ട് വെള്ളത്തിൽ നിമഗ്നമാവുമ്പോൾ അതിൽ അഴുക്കുണ്ടാവില്ല. നമ്മൾ സ്വയമായിട്ട് ടാപ്പിൽ കഴുകുമ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ വേസ്റ്റ് അവിടെയൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടാവും. നമ്മുടെ ധാരണ നമ്മൾ വൃത്തിയായിട്ട് പ്ലേറ്റ് കഴുകി കൊണ്ട് വെച്ചു എന്നാണ്. അതുകൊണ്ട് ചില ചില ക്ഷേത്രങ്ങളിൽ അന്നദാനമുള്ള സ്ഥലത്ത് നോക്കൂ, നമ്മൾ കഴുകി കഴിഞ്ഞാലും ചൂടുവെള്ളമുള്ള വലിയ വട്ടളത്തിൽ വെച്ചിട്ടുണ്ടാവും, അതിൽ കൊണ്ട് ഇടണം. എന്തിനു വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞു? ശുദ്ധിയും അശുദ്ധിയും. പണ്ട് കാലങ്ങളിൽ എത്ര ചൂടുള്ള ചായ ആണെങ്കിലും കാപ്പി ആണെങ്കിലും ചുക്കുവെള്ളമാണെങ്കിലും പൊക്കി കുടിക്കണം. പല്ലിമ മുട്ടി എന്ന് പറഞ്ഞ് അമ്മമ്മയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയത് ഇപ്പോഴും ഓർമ്മയുണ്ട്. പല്ലിമ മുട്ടിന്ന് അമ്മോന്തി കുടിക്കാൻ സമ്മതിക്കില്ല. എന്തിനാ? നമ്മുടെ വായിലുള്ള ജേംസ് ആ ഗ്ലാസ്സിലേക്ക് വരാതിരിക്കുക. അപ്പൊ ഇങ്ങനെ ഓരോന്നും പറഞ്ഞിരിക്കുന്നത് അനുകൂലമായ കാലാവസ്ഥ അല്ലെങ്കിൽ അനുകൂലമായ കാലം, ഫേവറബിൾ ആയിട്ടുള്ളത് ശുഭം, അല്ലാത്തത് അശുഭം. ഒരു യാഗത്തിന്, യജ്ഞത്തിന് സാധനങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള കാലത്തിനാണ് ശുഭകാലം എന്ന് പറയുക, അല്ലാത്തത് അശുഭകാലം. അത് നമ്മുടെ ജീവിതത്തിലെല്ലാം ഈ ശുദ്ധിയും അശുദ്ധിയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശുദ്ധി അശുദ്ധി എങ്ങനെ കൽപ്പിക്കാം? വാക്കുകൊണ്ട് ശുദ്ധി അശുദ്ധി വേർതിരിക്കാം. വെള്ളം കൊണ്ട് അറിവുള്ളവർ പറഞ്ഞാൽ അത് ശുദ്ധിയായി, പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. പണ്ഡിതന്മാര്, വിവേകമുള്ളവര് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭയപടി അംഗീകരിക്കുക. ശബരിമലയിലെ സ്ത്രീകൾ കയറി എന്താ കുഴപ്പം എന്നാണ് പ്രശ്നം. നമ്മളെക്കാൾ കൂടുതൽ അറിവുള്ള ആൾക്കാരല്ലേ ഈ നിഷ്ഠകളൊക്കെ ഉണ്ടാക്കിയത്, അത് ചിന്തിക്കില്ല. ഇപ്പൊ ഒറ്റ ചോദ്യമാണ്, വൈ? ഞങ്ങൾ അങ്ങനെ ചെയ്താൽ എന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുള്ളതുകൊണ്ടാണല്ലോ നമ്മളെക്കാൾ കൂടുതൽ ഓണം കൂടുതലും ഉണ്ട ആൾക്കാരാണ് ജ്ഞാനവൃദ്ധന്മാരും വയോവൃദ്ധന്മാരുമുള്ള കാരണവന്മാരെ ഇതൊക്കെ പറഞ്ഞു തന്നേക്കണേ നമുക്ക്. അതുപോലെ വസ്ത്രം വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ ശുദ്ധമായി. അതുകൊണ്ടാണ് മുങ്ങിക്കുളിക്കണം എന്ന് പറഞ്ഞത്. സാധാരണ നമ്മൾ കരയ്ക്ക് വെച്ച വസ്ത്രം എടുത്തത് പോവാറില്ല. അതുപോലെ പുഷ്പം വെള്ളം തളിച്ചാൽ ശുദ്ധമായി, വാസനിച്ചാൽ അത് അശുദ്ധിയായി. അതുകൊണ്ടാണ് കാലത്ത് ആരതി ഒഴിഞ്ഞാൽ കൈ കഴുകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ ഹൈജീനിക് ആയിരിക്കണം എപ്പോഴും. ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്താലും ഉടനെ കൈ കഴുകണം. ആ ഒരു ശീലം വരണം നമുക്ക്. അത് ഈ കൊറോണ എന്നുള്ള ആ കാരുണ്യമൂർത്തി കൊറോണ മൂർത്തിയോട് അവതരിച്ചപ്പോഴാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചതെന്ന് അർത്ഥം. അതുപോലെ ജലാശയം വലുതാണെങ്കിൽ ശുദ്ധം, ചെറുതാണെങ്കിൽ അശുദ്ധം. ഗുരുവായൂർ കുളത്തിൽ മേൽശാന്തി കുളിക്കുന്ന സമയത്ത് അപ്പുറത്തെ കടവില് ഒരാൾ കുളിച്ചാൽ മേൽശാന്തിക്ക് അശുദ്ധിയില്ല. അതിനു പകരം ആ ഗുരുവായൂർ മണിക്കിണർ ഒരാൾ തൊട്ടാൽ പുണ്യാഹം വേണം. ഇപ്പൊ കുളമൊക്കെ വറ്റിച്ചു കഴിഞ്ഞാൽ അടുത്ത ദിവസം വെള്ളം നിറഞ്ഞു എന്ന് വിചാരിക്കാം. ഇവിടുത്തതനുസരിച്ച് അടുത്ത ദിവസം അത്രയും വെള്ളം നിറഞ്ഞു, കുളിച്ചോട്ടെ എന്ന് ചോദിച്ചാൽ വെള്ളം പറ്റിച്ച ആ ജോലിക്കാരൻ പറയും, ശാസ്ത്രമോ നിയമമോ വേദമോ പൂജയോ ഭാഗവതോ ഒന്നും അറിയാത്തവൻ പറയും, അത് വേണ്ടാട്ടോ, ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ ഈ വെള്ളം ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് പറയും. ഈ സെറ്റ് ആവലാണ് ശുദ്ധി. അതുപോലെ പുല വാലായ്മ, അതൊക്കെ അതിന്റെ അർത്ഥമൊക്കെ മാറി എന്തൊക്കെയോ ഗോഷ്ഠി കാണിക്കുക. എന്താ പുല അല്ലെങ്കിൽ വാലായ്മ എന്ന് പറയുന്നത്? വാലായ്മ എന്ന് പറഞ്ഞാൽ ആ പ്രസവിക്കുന്ന സ്ത്രീക്കും കുഞ്ഞിനും ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ ICU ഇന്റൻസീവ് കെയർ യൂണിറ്റ് ആണ്. ആ സൂതികാഗ്രഹത്തിലുള്ള ശിശുവിനും ആ അമ്മയ്ക്കും മറ്റുള്ളവരെ കുട്ടിയെ കണ്ടാൽ എല്ലാവരും വന്നെടുക്കും. അപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ, ഐസൊലേഷൻ. ഇപ്പൊ കൊറോണയുടെ ഭാഷ പറഞ്ഞാൽ ആ ഐസൊലേഷൻ വാർഡാണ്. അപ്പൊ ഇത്ര ദിവസം കൊണ്ട് ആ നെഗറ്റീവ് എനർജി മാറി പോസിറ്റീവ് എനർജിയിലേക്ക് വരും. അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ പുല എന്ന് പറയുന്നത് ആ ഗൃഹത്തിലുള്ള ആൾക്കാരെ ഐസൊലേറ്റ് ചെയ്യണതാ പുല എന്ന് പറയണേ. ദുഃഖാചരണം മാത്രമല്ല. ഇന്നിപ്പോ ഒരാൾ മരിച്ചാൽ ആർക്കാ ദുഃഖം? ഭാര്യ മക്കൾക്കും ഉണ്ടാവും, അല്ലാണ്ട് ആർക്കാ ദുഃഖം? പക്ഷെ പെലയാന്ന് പറയും. എന്താ പെലയുടെ താല്പര്യം? ഇതാണ്, ആ മരിച്ച ഗൃഹത്തിലുള്ള ആൾക്കാര് മരിച്ച മൃതദേഹം ദഹിപ്പിക്കുന്നതോടൊപ്പം തന്നെയുള്ള ആ കീടാണുക്കൾ ആ ഗൃഹത്തിലും ആ ആൾക്കാരുടെ ശരീരത്തിലും നിറഞ്ഞിരിക്കും. ആ കീടാണുക്കൾ നശിക്കാൻ ഒരു സമയമെടുക്കണം. അതാണ് 10 ദിവസം അല്ലെങ്കിൽ 11 ദിവസം എന്ന് പറയുന്നതിന്റെ കാര്യം. അപ്പൊ കാലം കൊണ്ട് ശുദ്ധിയാവുന്നതുണ്ട്, വാക്കുകൊണ്ട് ശുദ്ധിയാവുന്നതുണ്ട്, വെള്ളം കൊണ്ട് ശുദ്ധിയാവുന്നതുണ്ട്. തുകലൊക്കെ എണ്ണയിലിട്ടാലാ ശുദ്ധിയാവുക. നെയ്യ് എന്ന് പറയുന്നത് കാച്ചിയാലാണ് ശുദ്ധമാവുക. ധാന്യങ്ങൾ വെയിലത്തിട്ടാലാണ് ശുദ്ധമാവുക. ഇങ്ങനെ ശുദ്ധിയും അശുദ്ധിയും പറഞ്ഞിരിക്കുന്നത് ധർമ്മം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ സവർണ മേധാവിത്വം കൊണ്ടല്ല. ഓരോ വസ്തുവും തനതായിട്ടുള്ള നിലനിൽപ്പിന് അത് നിൽക്കണം.
അതിനു വേണ്ടിയിട്ടാണ് ഉദ്ധവ ഒരേ വസ്തുക്കളിൽ ശുദ്ധിയും അശുദ്ധിയും പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് ഉദ്ധവൻ ചോദിച്ചത്, അങ്ങയെക്കുറിച്ചുള്ള തത്വങ്ങൾ എത്രയുണ്ട്? ബ്രഹ്മതത്വം. ചിലർ പറഞ്ഞു ഒന്നേ ഉള്ളൂ, ഏകമേവ അദ്വിതീയം ബ്രഹ്മ. ദ്വൈതികൾ പറയണു അല്ല, ജീവാത്മാ പരമാത്മാ. അപ്പൊ വേറെ ചിലർ പറയും അല്ല, വൈഷ്ണവം ശൈവം ശാക്തേയം മൂന്നാണ് എന്ന്. ചിലർ പറയും അല്ല, നാലാണ്, ധർമ്മം അർത്ഥം കാമം മോക്ഷം. ചിലർ പറയും അല്ല, അഞ്ചാണ്, പൃഥ്വി അപ്പ തേജോ വായു ആകാശം, അഞ്ചാണെന്ന് പറയും. ഭാഗവതി തന്നെയുണ്ട് പ്രകൃതി തത്വങ്ങൾ. ത്രയോവിംശതി തത്വാനാം 23, ചതുർവിംശതി തത്വാനാം 24, പഞ്ചവിംശതി തത്വാനാം 25, ഷഡ്വിംശതി തത്വാനാം 26, സപ്തവിംശതി തത്വാനാം 27. ഇങ്ങനെയൊക്കെ ധാരാളം കാണാം. ഇതെന്താ ഇങ്ങനെ വ്യത്യാസം വരാൻ കാരണം? ഓരോരുത്തരും ഓരോന്നാണല്ലോ പറയണത്. ഭഗവാനെ ഏതാ ഇതിൽ ശരി? ഭഗവാൻ പറഞ്ഞു എല്ലാം ശരിയാണ്, തെറ്റില്ല. എന്നെക്കുറിച്ചല്ലേ പറയണത്. ഓരോരുത്തര് ഓരോ രീതിയിലാണ് എന്നെ മനസ്സിലാക്കിയത്. എന്നെ പൂർണ്ണമായിട്ട് ആരും മനസ്സിലാക്കിയിട്ടില്ല. കാരണം എന്താ? ഇന്ദ്രിയഗ്രാഹ്യമല്ല, അതീന്ദ്രിയം ആണ് ഞാൻ. ഇന്ദ്രിയഗ്രാഹ്യനല്ല. യഥോ വാചോ നിവൃത്തന്റെ അപ്രാപ്യ മനസാ സഹായ എന്നുള്ള ഈ ചൈതന്യത്തിനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ഓരോരുത്തരും മനസ്സിലാക്കണം ഓരോ പോലെയാ. നമ്മുടെ ഭാഷ പറഞ്ഞാൽ അന്ധന്മാർ ആനയെ കണ്ടതുപോലെ, കാലുവശന്ന് പിടിച്ചവൻ പറയും തൂണ് പോലെയാന്ന്, ചെവിമ പിടിച്ചവൻ പറയും മുറം പോലെയാണെന്ന്, വാലിമ പിടിച്ചവൻ പറയും ചൂല് പോലെയാന്ന്. യഥാർത്ഥത്തിൽ ആരും ആനയെ കണ്ടിട്ടില്ല. അപ്പൊ പഞ്ചേന്ദ്രിയങ്ങള് ഈ അന്ധന്മാരെ പോലെയാണ്, വ്യക്തമായിട്ട് കണ്ടിട്ടില്ല എന്താ ബ്രഹ്മസ്വരൂപം എന്ന്. അപ്പോൾ ഓരോരുത്തര് ഓരോന്ന് പറയും. തൃപ്പൂണിത്തുറയുള്ള ഞങ്ങൾ പറയും പൂർണ്ണത്രയീശനോട് പറഞ്ഞോളൂ എന്ന്, തുറവൂരുള്ളവർ പറയും വടക്കനപ്പനോട് പറഞ്ഞോളൂ എന്ന്, തിരുവനന്തപുരത്തുള്ളവർ പറയും പത്മനാഭനോട് പറഞ്ഞോളൂ എന്ന്, ഗുരുവായൂരുള്ളവർ പറയും ഗുരുവായൂരപ്പനോട് പറഞ്ഞോളൂ എന്ന്, ചോറ്റാനിക്കലുള്ളവർ പറയും ചോറ്റാനിക്കനോട് പറഞ്ഞോളൂ എന്ന്. ഇതിലേത് ദൈവത്തിനാ ശക്തി കൂടുക? ചോറ്റാനിക്കരമ്മയ്ക്കാണോ, ശ്രീപത്മനാഭനാണോ, പൂർണ്ണത്രയീശനാണോ, തൃപ്രയാറപ്പനാണോ, തുറവൂരപ്പനാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? എല്ലാം ഒന്ന് തന്നെ, ഒരേ ചൈതന്യത്തിനെ ഏകം സദ്വിപ്ര ബഹുധാ വദന്തി, ഒന്നിനെ പലതായിട്ട് പറയണു കാണണു, അത്രയേ ഉള്ളൂ. അപ്പൊ എന്ത് വേണേ പറഞ്ഞോട്ടെ. ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ സംസാര ഭാഷ തന്നെയാണ്. WHAT വാട്ട് എന്നുള്ള പദത്തിന് തിരുവനന്തപുരത്തുകാരെ എന്തരെന്ന് ചോദിക്കും, ഇവിടെയുള്ള ആൾക്കാരെ എന്തോന്ന് ചോദിക്കും, കോട്ടയത്തുകാരെ എന്നാന്ന് ചോദിക്കും, തൃശ്ശൂരുകാരെ എന്തുട്ടോന്ന് ചോദിക്കും. പണ്ടാന്റെ സെയിമല്ലേ എല്ലാം. WHATയുടെ മലയാളം പറയണത് മുഴുവൻ. അപ്പൊ ഓരോരുത്തര് അവനവന്റെ ധിഷണയ്ക്കനുസരിച്ച്, ബുദ്ധിക്കനുസരിച്ച് ഓരോ തത്വത്തിനെ കൽപ്പിക്കണു. 7 എന്നൊരു നമ്പർ വിചാരിക്കും, ഒരു സംഖ്യ, വെറുതെ ഒരു നമ്പർ പറഞ്ഞതാ. ഒരാൾ പറയുകയാണ് 4+3 ആണ് 7. രണ്ടാമതും പറഞ്ഞു അല്ലാട്ടോ 6+1. അപ്പൊ മൂന്നാമതും പറഞ്ഞു അല്ല 5+2. ഭഗവാൻ ചോദിക്കുക ഇതിലേതാ തെറ്റ്? എല്ലാം ശരിയല്ലേ? ഇതുപോലെ അനേകം നദികള് അനേക വഴികളിൽ കൂടി ഒഴുകി ഏറ്റവും അവസാനം എവിടെ ചെല്ലും? സമുദ്രത്തിൽ ചെല്ലും. ഇതുപോലെയാണ്. എത്ര ഉദാഹരണം വേണേ പറയാം. അപ്പൊ മാർഗം പലതാണെന്നേ ഉള്ളൂ, എത്തുന്ന ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്നർത്ഥം. ഈ ഒരു അദ്വൈത ഭാവം വരണം. ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന ആ ഭാവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ തത്വങ്ങളെ മുഴുവൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ തത്വങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പ്രകൃതി പുരുഷ ഭേദം പറഞ്ഞത്. കാപിലത്തിൽ നമ്മൾ കണ്ടതാണ്. അനേകം വിശേഷണങ്ങളുണ്ട് പ്രകൃതിക്ക്. അതിന് നേരെ വിപരീതമാണ് പുരുഷന്. പ്രകൃതി വികാരവതിയാണ്, എന്നാൽ പുരുഷൻ നിർവികാരനാണ്. പ്രകൃതി ത്രിഗുണാത്മകമാണ്, പുരുഷൻ നിർഗുണനാണ്. പുരുഷൻ ചൈതന്യവത്താണ്, പ്രകൃതി ജഡമാണ്. പ്രകൃതി മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്, പുരുഷന് മാറ്റമില്ലാത്തതാണ്. ഇങ്ങനെ അനേകം വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ ആ പ്രകൃതി തത്വങ്ങളിൽ നിന്ന് മാറുന്നതായ പ്രകൃതി തത്വങ്ങളിൽ നിന്ന് മാറ്റമില്ലാത്തതായ ആ ഏകമായ പുരുഷതത്വത്തിനെ മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതിനു പകരം ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ടുവരുന്ന വസ്തുതകൾ സത്യമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിന്റെ പുറകെ പോണു. അങ്ങനെ ഭഗവാൻ പറഞ്ഞ ഉദാഹരണം, നൃത്യതോ ഗായതോ പശ്യൻ. പാട്ട് പാടുമ്പോൾ കൂടെ പാടുന്നവരില്ലേ? ഡാൻസ് ചെയ്യുമ്പോൾ അതുപോലെ ഡാൻസ് ചെയ്യുന്നവരില്ലേ? ഗംഭീരമായിട്ട് പഞ്ചാരിമേളം കെട്ടുമ്പോൾ അതിന് മുമ്പിൽ തുള്ളി കളിക്കണം കണ്ടിട്ടില്ലേ?
അല്ലെങ്കിൽ സിനിമയോ സീരിയലോ കാണുമ്പോൾ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് ചില ആൾക്കാർ ഇരിക്കണം കണ്ടിട്ടില്ലേ? ടി വിയിൽ സീരിയൽ കാണും, പക്ഷെ കരയണതാരാ? കാണുന്ന ആള്, താതാത്മ്യം പ്രാപിച്ചിട്ട്. എന്നതുപോലെ ഈ നിർവികാരനായ പുരുഷൻ പ്രകൃതി ഗുണങ്ങളിൽ ആസക്തമാവുമ്പോഴാണ് പുരുഷൻ വികാരമുള്ളതായിട്ട് തീരണത് എന്നർത്ഥം. ഇന്നലെ പല ഉദാഹരണം പറഞ്ഞില്ലേ? ഒരു ഗ്ലാസ് ടംബറിൽ വെള്ളം എടുത്താൽ മഷി ഒഴിച്ചതിൻ്റെ കാര്യം. അപ്പോൾ ആ മനസ്സിനെ ഏകാഗ്രമാക്കിയിട്ട് നിശ്ചലമായിട്ട് നിർത്തുക വിവേകം കൊണ്ട്. അപ്പോൾ ദ്വൈത അവസ്ഥ ഇല്ലാണ്ടാവും. സുഖമെന്നോ ദുഃഖമെന്നോ അപമാനമെന്നോ അഭിമാനമെന്നോ സന്തോഷമെന്നോ സന്താപമെന്നോ ശത്രുവെന്നോ മിത്രമെന്നോ ദ്വൈതഭാവം ഉണ്ടാവില്ല. ഉദ്ധവൻ പറഞ്ഞു, ഭഗവാനെ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. അഭിമാനം അപമാനം ഉണ്ടാവില്ലേ? ഒരാൾ കണ്ണുപൊട്ട ചീത്ത പറഞ്ഞാൽ, ദ്രോഹിച്ചാൽ, വഴക്ക് പറഞ്ഞാൽ നിസ്സംഗനായിട്ട് നിൽക്കാൻ പറ്റുമോ? പറ്റും ഉദ്ധവ, പറ്റണം. അതിനൊരു കഥ ഞാൻ പറഞ്ഞു തരാം. അവന്തി ദേശത്തിലെ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ബ്രാഹ്മണനാണ്. ബ്രാഹ്മണന്മാർക്ക് സാധാരണ സാത്വിക ബുദ്ധിയാണ്. ഈശ്വര പൂജയിലാണ് അവർക്ക് മിക്കവാറും താല്പര്യം ഉണ്ടാവുക. ആത്മീയമായ പ്രവൃത്തികളിലാണ് ബ്രാഹ്മണർക്ക് താല്പര്യം ഉണ്ടാവുക. ഈ വിദ്വാൻ അങ്ങനെയല്ല. ഗായത്രി ജപിക്കണേക്കാൾ കൂടുതൽ, നാരായണ ജപിക്കണേക്കാൾ കൂടുതൽ രണ്ടക്ഷരമുള്ള ഒരു നാമ ജപിച്ചുള്ളത്. എന്താ രണ്ടക്ഷരമുള്ള നാമം? രാമ 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 എന്നല്ല, ശിവശിവ ശിവശിവ എന്നല്ല, കാശ 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 എന്നാ ജപിക്കണം. അയാൾക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ, പൈസ. എത്രത്തോളം കാശ് സമ്പാദിക്കാമോ അത്രത്തോളം കാശ് സമ്പാദിച്ചു. നിധി കാക്കണ ഭൂതം പോലെ കോടിക്കണക്കിന് സമ്പാദിച്ചു. വളരെ പിശുക്കനായിരുന്നു. അറുത്ത കൈക്ക് ഉപ്പ് തേക്കില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ? അങ്ങനെയാണ്. ആ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അയാൾ ഒരാളുടെ മുഖത്ത് നോക്കി കണ്ടാൽ ചിരിക്കില്ല. ചിരിച്ചാൽ സപ്താഹത്തിന് ഡൊണേഷൻ കൊടുക്കേണ്ടി വന്നാലോ? മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ കുഴപ്പമില്ലല്ലോ. മുഖത്ത് നോക്കി ചിരിക്കില്ല. ആരെങ്കിലും കാശ് കടന്നു ചോദിച്ചാലോ? ഒരു സൽക്കർമ്മം ചെയ്യില്ല. എന്തിന്? ഒരു അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കില്ല, ഭാര്യ മക്കളെ. ഒരു നല്ല വസ്ത്രം കൊടുക്കില്ല, നല്ല ആഹാരം കഴിക്കില്ല. കാരണമൊക്കെ പൈസ ചിലവാവില്ലേ? ഇങ്ങനെ വന്നപ്പോൾ ഭാര്യ മക്കളും പിണങ്ങി അവരുടെ വീട്ടിൽ പോയി. ഒരു അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കാത്ത ഒരാളുടെ കൂടെ ജീവിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അവർ പിണങ്ങിപ്പോയി. ഇയാൾ വിചാരിച്ചു സന്തോഷം, അത്രയും ചെലവ് കുറഞ്ഞുല്ലോ, എൻ്റെ ചെലവ് മാത്രം നോക്കിയാൽ പോരെ. അങ്ങനെ കാശ് സമ്പാദിച്ചു. ഈ കാശ് എന്ന് പറഞ്ഞ സാധനം എന്തിനുള്ളതാ? അവിടെ ആണ് പ്രശ്നം. മണി ഈസ് നോട്ട് ഫോർ പൈലിംഗ് അപ്പ്, ഇറ്റ് ഈസ് ഫോർ റോളിംഗ്. ക്രയവിക്രയം ചെയ്യാനുള്ളതിനെയാണ് സമ്പത്ത് എന്ന് പറയുക. മണി ഈസ് വാട്ട് മണി ഡസ് എന്ന് എക്കണോമിക്സ് പറയും. പണത്തിന്റെ ധർമ്മങ്ങൾ ചെയ്യുന്നത് വസ്തുക്കളെ മാത്രമേ പണം എന്ന് പറയാൻ പറ്റുള്ളൂ. ആർക്കും ഉപയോഗമില്ലാണ്ട് പണപ്പെട്ടിയിൽ കെട്ടുകെട്ടുകളായിട്ട് 500 നോട്ടുകൾ വെച്ചാൽ അതിന് കടലാസിന്റെ വില പോലും ഉണ്ടാവുമോ? പണം എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നാട്ടുകാർക്ക് ഉപകാരം വേണം, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഉപകാരം വേണം, അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഉപകാരം വേണം, ഇതല്ലെങ്കിൽ അവനവനെങ്കിലും ഉപകാരം വേണം. ഇതില്ലെങ്കിൽ പിന്നെ അതിന് പൈസ എന്ന് പറയാൻ പറ്റുമോ? ഇയാളങ്ങനെ സമ്പാദിച്ച് കോടീശ്വരനായി. കോടിക്കണക്കിന് സമ്പത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇൻകം ടാക്സ് റെയ്ഡ് വന്നത്. ഭാഗവത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ രാജാവ് നികുതി ഇനത്തിൽ കുറച്ചധികം എടുത്തുകൊണ്ട് പോയി. കുറച്ചു പേർക്ക് കാശ് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറെ കള്ളന്മാര് അപഹരിച്ചു കൊണ്ടുപോയി. എന്തിനു പറയണു? കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അയാൾ നിർധനനായി തീർന്നു. കോടിക്കണക്കിന് കാശുണ്ടായിരുന്നവൻ ഇപ്പൊ അതാ നിർധനനായി. ഈശ്വരേച്ഛ എന്ന് പറയട്ടെ, ഒരു ദിവസം അയാളുടെ വീട് അഗ്നിക്കിരയായി. ഉടുത്ത വസ്ത്രം മാത്രമുണ്ട്. മുകളിലേക്ക് നോക്കിയാൽ ആകാശം, താഴേക്ക് നോക്കിയാൽ ഭൂമി, വേറൊരു സാധനവും ഇല്ല. അപ്പോഴാണ് അയാൾക്ക് വല്ലാണ്ട് വേദന വന്നത്. ഇത്രയധികം കാശ് ഞാൻ മറ്റുള്ളവരെ വെറുപ്പിച്ചും ചോര നീരാക്കിയും മുണ്ട് മുറുക്കി കൊടുത്തും ഇത്രയധികം സമ്പത്ത് ഞാൻ മേടിച്ചിട്ട് ഇപ്പൊ എന്തുണ്ടായി? എനിക്ക് പോലും ഉപകാരം ഉണ്ടായില്ല. അപ്പൊ ഈ സമ്പത്തിന്റെ ഏറ്റവും വലിയ ദുരിതം എന്താ? 10-15 തരത്തിലുള്ള അനർത്ഥം ഉണ്ടാക്കുന്നത്. കളവ്, ഹിംസ, ദംഭം, ക്രോധം, ദമം, ഭേദം, വൈരം, അവിശ്വാസം, മദ്യപാനം, പരസ്ത്രീ സംസർഗം, ഇങ്ങനെ 15 തരത്തിലുള്ള അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതാണ് സമ്പത്ത്. സമ്പത്തിന് സംസ്കൃതത്തില് അർത്ഥം എന്നൊരു പേരുണ്ട്. ഭാഗവതം പറയാ അർത്ഥം എന്നല്ല പറയേണ്ടത്, അനർത്ഥം എന്നാ പറയേണ്ടത്. സകല അനർത്ഥങ്ങൾ ഉണ്ടാവുന്ന ഈ ഒരു സാധനം കൊണ്ടാണ്.
അല്ലേ? ശത്രു മിത്രമാവുന്നതും മിത്രം ശത്രുവാവുന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. നമുക്ക് ലോട്ടറി അടിച്ചാൽ മതി, ഇതേവരെ പരിചയമില്ലാത്ത ഒരുപാട് കൂട്ടുകാർ വരും. നമ്മുടെ കയ്യിൽ പൂത്ത കാശുണ്ട്, ഒരുത്തനൊരു 1000 രൂപ കടം ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിലോ അവൻ പിറ്റേ ദിവസം ശത്രുവായി. എന്താ കാരണം? ഈ സമ്പത്ത്. അപ്പൊ ഇദ്ദേഹം പറയുന്നു, ശ്രേഷ്ഠമായ മനുഷ്യ ശരീരം കിട്ടി, അതും ബ്രാഹ്മണ ശരീരം കിട്ടി, എന്നിട്ടും ഈശ്വര തത്വത്തിനെ മനസ്സിലാക്കാതെ സമ്പത്ത് എന്ന് പറയുന്ന നശിക്കുന്ന ഒരു വസ്തുവിന്റെ പുറകെ പോയിട്ട് എനിക്ക് ഇപ്പൊ എന്തായി? വേദനയല്ലേ ഉണ്ടായുള്ളൂ. തസ്മാൽ അനർത്ഥമർത്ഥാഖ്യം ശ്രേയോർത്ഥി ദൂരതത്തിജേ. അതുകൊണ്ട് അനർത്ഥം എന്ന പേരായ സമ്പത്തിനെ, സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആപത്ത് എന്നാണ് അർത്ഥം. അപ്പൊ ഇത് ഇല്ലാത്തവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. അങ്ങനെ ചിന്തിച്ച് കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് വേദന വന്നപ്പോ വിവേകം വന്നു. ഇത്രയധികം സമ്പത്ത് ഞാൻ സമ്പാദിച്ചിട്ടും എനിക്ക് സുഖം കിട്ടിയോ? ഇല്ല. ഓണം ബമ്പർ 20 കോടിയോ 25 കോടിയോ കിട്ടിക്കഴിഞ്ഞാൽ ഉറക്കം വരുമോ? നമുക്ക് ചിന്തിച്ചു നോക്കോളൂ. കള്ളന്മാര് മോഷ്ടിക്കുവോ? ഇൻകം ടാക്സ് റെയ്ഡ് വരുമോ? ഗുണ്ടാപ്പിരിവ് വരുമോ? അയൽക്കാർ കടം ചോദിക്കുവോ? 100 പ്രശ്ന, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോള് എല്ലാം ഷൂട്ടപ്പ് ചെയ്തിട്ട് കിടന്നുറങ്ങാൻ പറ്റില്ല. ഇപ്പോ ഈ ബ്രാഹ്മണൻ പറയാണ്, ഇപ്പൊ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാം. എന്താ? എനിക്ക് പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, ടെൻഷനില്ല, ഒരു പ്രശ്നവുമില്ല. വീണയിടം വിഷ്ണുലോകം. എനിക്ക് ഒന്നിനെ കുറിച്ച് ചിന്തിക്കാനില്ല. എന്തിനെ കുറിച്ചെങ്കിലും ചിന്തിക്കാനുണ്ടെങ്കിലല്ലേ ദുഃഖമുള്ളൂ. എനിക്ക് ഒന്നിനെ കുറിച്ച് ചിന്തിക്കാനില്ല. കാശുണ്ടായിരുന്നപ്പോ എനിക്ക് ദുഃഖമേ ഉണ്ടായിട്ടുള്ളൂ. മുഴുവൻ പോയി കഴിഞ്ഞപ്പോഴോ എനിക്ക് സുഖമായി, പരമാനന്ദം. ഒന്നിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കണ്ട. വാസ്തവത്തിൽ പറഞ്ഞാൽ ഗുരുവായൂരെന്നിട്ടും അതിദുസ്തരമുത്തേദർശോ നാന്യപ്ലവോ, ഈ സംസാര സാഗരം എന്ന് പറയുന്ന സമുദ്രത്തിനെ അക്കരെ കടക്കാൻ ഒരേ ഒരു കപ്പലിന് മാത്രമേ സാധിക്കുള്ളൂ. ഭഗവത പുരുഷോത്തമസ്യ ലീലാകഥാരസ നിഷേവണം. ഭഗവാന്റെ നാമസങ്കീർത്തനമല്ലാതെ, ഭഗവത് ഭക്തി എന്ന കപ്പലല്ലാതെ ഈ സംസാര സാഗരത്തിനെ മറികടക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല പരീക്ഷത്തെ എന്ന് പറഞ്ഞ് ആ 7 ദിവസം നീണ്ടു നിൽക്കുന്നതായ ആ ഭാഗവത കഥകളെ മുഴുവൻ സംഗ്രഹിച്ചു പറയണു. ഇത്രയും ഭാഗവത കഥകൾ കേട്ടതുകൊണ്ട്, ഭഗവാന്റെ കഥകൾ കേട്ടിട്ട് ഇനി അങ്ങ് മരിക്കും എന്ന് തോന്നുന്നുണ്ടോ പരീക്ഷത്തെ അങ്ങേക്ക്? ഒരിക്കലുമില്ല. തൊന്തുരാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി. ഞാൻ മരിക്കുമെന്നുള്ള വിഡ്ഢിത്തം അങ്ങ് ഉപേക്ഷിക്കൂ. അങ്ങ് മരിക്കില്ല. കാരണം അങ്ങ് ജനിച്ചിട്ടില്ല. ജനന മരണങ്ങൾ ഉള്ളവനല്ല അങ്ങ്. അങ്ങ് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ മരിക്കൂല. ഒരു വിത്ത് കുഴിച്ചിട്ടിട്ട് അതിൽ നിന്നൊരു വൃക്ഷം ഉണ്ടാകുന്നത് പോലെ, ആ വൃക്ഷത്തിൽ നിന്ന് വീണ്ടും വിത്ത് ഉണ്ടാകുന്നത് പോലെ, ആ വിത്തിൽ നിന്ന് വീണ്ടും ഒരു വൃക്ഷം ഉണ്ടാകുന്നത് പോലെ ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരം ഉണ്ടാവും. പക്ഷെ ഒരു ആത്മാവിൽ നിന്ന് വേറൊരു ആത്മാവ് ഉണ്ടാവില്ല. ആത്മാവ് ഏകനാണ്, ഒറ്റയ്ക്കുള്ള ആളാണ്. ആ ഒരാത്മാവിൽ നിന്ന് മറ്റൊരാത്മാവ് ഉണ്ടാവില്ല. ഏകനായിരിക്കുന്ന ആത്മാവ് പല ശരീരങ്ങളില് പ്രതിഫലിക്കുകയാണ്. അപ്പൊ മരണം എന്നുള്ളത് സത്യമല്ല. നമ്മൾ ആരും മരിക്കണില്ല എന്നുള്ളതാണ് ഭാഗവതം പറയണേ. അമൃതസ്യ പുത്ര എന്നാണ് വേദങ്ങൾ നമ്മളെ വിളിക്കുക. മരണമില്ലാത്തവരെ, എനിക്ക് മരണമില്ല എന്ന് മഹാകവി വയലാർ എഴുതിയതുപോലെ നമുക്ക് ആർക്കും മരണമില്ല. നമ്മുടെ ശരീരത്തിനെ ഉപേക്ഷിക്കല. ശരീരത്തിന്റെ സ്വീകാരം ജനനം എന്നും ശരീരത്തിന്റെ തിരസ്കാരം മരണമെന്നും നമ്മൾ തെറ്റായിട്ട് പറയണു. നമ്മൾക്ക് ആർക്കും മരണമില്ല. വാസാംശ ജീർണാനി യഥാവിഹായ. വസ്ത്രം പഴയതുപേക്ഷിച്ചിട്ട് പുത്തൻ ധരിപ്പതുപോലെയത്രേ. ജീർണിച്ച ദേഹം ത്യജിച്ചു ദേഹി പൂർണ്ണം ധരിക്കുന്നു വേറെ ദേഹം. ഇതാണ് സത്യം. അപ്പൊ ഈ കാണുന്നതൊന്നും സത്യമല്ല. അതിന് ഉദാഹരണം പറഞ്ഞത് സ്വപ്നേ യഥാ ശിരച്ഛേദ. സ്വപ്നത്തില് നമ്മുടെ തല വെട്ടി നമ്മൾ ചത്തു എന്ന് സ്വപ്നം കാണും. യുദ്ധത്തിൽ പങ്കെടുത്തു, നമ്മുടെ തല വെട്ടി, നമ്മൾ ചത്തു. എന്നിട്ട് നമ്മുടെ മക്കള് നമ്മുടെ ശരീരം എടുത്തുകൊണ്ട് ശ്മശാനത്തിലേക്ക് പോവുക. എൻ്റെ ഭാര്യയും ബന്ധുക്കളും ഇരുന്ന് നിലോളിക്കുക. ആരാ ഇത് കാണണേ? ഞാൻ തന്നെ കാണുന്നു. സ്വന്തം ശവസംസ്കാരം ലോകത്തിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതേവരെ കണ്ടിട്ടില്ല. എന്നാലും നമ്മൾ കാണും, ഞാൻ ചത്തുവെന്നും എന്നെ ദഹിപ്പിക്കാൻ കൊണ്ടുപോയി എന്നൊക്കെ നമ്മൾ സ്വപ്നം കാണും. ഇതുപോലെയാ സ്വപ്നയഥാ ശിരച്ഛേദ.
ഇത് കാണുന്നത് സ്വപ്നത്തിൽ മാത്രമാണ്, യഥാർത്ഥത്തിൽ ഇല്ലാത്തതാണ്. അതായത് ആത്മാവിന് ഇതൊന്നും ബാധകല്ല. വീണ്ടും പറഞ്ഞു, ഘടേ ഭിന്നേ യഥാകാശേ. ആകാശത്തിൽ ഈ ഒരു കുടം എടുത്തു കഴിഞ്ഞാൽ ആ കുടത്തിന്റെ ഉള്ളിലുണ്ട് ഒരു ഭാഗം, അതിന് ആകാശം എന്നാ പറയാ. നമ്മൾ കാണിക്കുന്ന SKY സ്കൈ അല്ല, മുകളിൽ കാണപ്പെടുന്ന നീലമേലാപ്പല്ല, സ്ഥിതി ചെയ്യാൻ സ്ഥലമുള്ളതിനെയാണ് ആകാശം എന്ന് ഭാഗവതം പറയാം. അത് കുടത്തിന്റെ ഉള്ളിലുമുണ്ട്, കുടത്തിന്റെ പുറത്തുമുണ്ട്. അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവണ ഭാഷയെ പറഞ്ഞാൽ, ഇത് അവിടെ കുളമുണ്ട്, ആ കുളത്തിൽ ധാരാളം വെള്ളം. നമ്മൾ ഒരു മൺകുടത്തിൽ ആ വെള്ളം എടുത്തു കുളത്തിൽ നിന്ന്. ഇപ്പൊ നമ്മൾ എന്ത് പറയും? എൻ്റെ കയ്യിലുള്ളത് കുടത്തിലുള്ള വെള്ളം, അവിടെ കിടക്കുന്നത് കുളത്തിലുള്ള വെള്ളം. എന്താ വ്യത്യാസം? രണ്ട് വെള്ളവും തമ്മിൽ എന്താ വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. എന്താ ദ്വൈതം വരാൻ കാരണം? കുടം എന്ന ഉപാധി വന്നപ്പോ ആ വെള്ളം വേറെ, എൻ്റെ കയ്യിലിരിക്കുന്ന വെള്ളം വേറെ എന്ന് നമുക്ക് തോന്നലാണ്. വാസ്തവത്തില് കുളത്തിലെ വെള്ളം തന്നെയാണ് കുടത്തിലും. നമ്മൾ കുളത്തിൽ നിന്ന് കയറുമ്പോൾ വഴിക്ക് വീണു എന്ന് വിചാരിക്കുക. ആ മൺകുടം പൊട്ടി വെള്ളം എങ്ങോട്ട് പോകും? ആ കുളത്തിലേക്ക് തന്നെ പോകും. ഇതുപോലെ നമ്മുടെ ശരീരം എന്ന് പറയുന്ന കുടം ഉടഞ്ഞാൽ ഈ ചൈതന്യം മഹാകാശത്തിലേക്ക്, ഭഗവാനിലേക്ക് വിലയം പ്രാപിക്കും. ഭഗവാനിൽ നിന്ന് പ്രതിബിംബമായിട്ട് വന്നു. ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഭഗവാനിലേക്ക് തന്നെ പോവും. അപ്പൊ ആത്മാവ് ഏകനാണ്. കണ്ണാടിയിൽ നമ്മുടെ രൂപം കണ്ട് വേറൊരുത്തം വന്ന് നിൽക്കുമ്പോഴാണോ? ആണോ? നമ്മുടെ മുഖം കണ്ണാടിയിൽ നമ്മൾ നോക്കിയാൽ സിനിമാ സ്റ്റാറിന്റെ മുഖം കാണില്ല, നമ്മുടെ മോന്തേ കാണുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളപ്പോഴാണ് നമ്മുടെ പ്രതിബിംബം. പ്രതിബിംബം എന്നത് വാസ്തവമല്ല. അതുകൊണ്ട് പരീക്ഷത്തെ മനസ്സിലാക്കിക്കോളൂ, അങ്ങ് മരിക്കില്ല. ഏതുപോലെ? വിളക്ക് കത്തുന്നത് പോലെ എന്നാണ്. വിളക്ക് ഇപ്പൊ കത്തിച്ചു വെച്ചിട്ടുണ്ട്, ഇപ്പൊ കാറ്റ് വന്നു, നമ്മൾ എന്താ പറയാ? വിളക്ക് കെട്ടു എന്ന് പറയും. വിളക്ക് കെട്ടു എന്ന് പറയുമ്പോ ആ അഗ്നി ഇല്ലാതാവുകയല്ല ചെയ്യണത്, അഗ്നി അപ്രത്യക്ഷമാവുന്നു. വിളക്ക് കൊളുത്തുമ്പോ അഗ്നി പ്രകടമാവുന്നു, വിളക്ക് കെടുമ്പോ അഗ്നി അപ്രകടമാവുന്നു. ഇത്രയേ ഉള്ളൂ. ഒളിയുകയും തെളിയുകയും ചെയ്യണു എന്നതുപോലെ അഗ്നി നശിക്കണില്ല, അഗ്നി ഇല്ലാതാവുന്നില്ല. ഇതാണ് കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, ഊർജ സംരക്ഷണ നിയമം. എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് എന്ന് ഫിസിക്സുകാർ പറയുന്നത് ഇതാ. ഊർജത്തിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധിക്കില്ല. ആ ഊർജം എന്ന് പറയുന്നത് ഭഗവാനെയാണ്. അപ്പൊ ആ ആത്മചൈതന്യത്തിന് നാശമില്ല എന്ന് മനസ്സിലാക്കൂ. ഹേ പരീക്ഷത്തെ, ഈ ബ്രഹ്മത്തിൽ നിന്ന്, ഈശ്വരനിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. ഈ പറയുന്ന ഞാനും കേൾക്കുന്ന അങ്ങും എല്ലാം ഈശ്വരനാണ്. ഇത് മനസ്സിലാക്കിയാൽ തക്ഷകൻ വന്നോട്ടെ, അങ്ങേക്കും തക്ഷകനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? കടിക്കപ്പെടുന്ന ഈ ശരീരവും കടിക്കുന്ന ശരീരവും രണ്ടും ഒന്ന് തന്നെ. തക്ഷകനും പരീക്ഷത്തും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല, രണ്ടും ഈശ്വരൻ. പിന്നെ എന്തെങ്കിലും പേടി വരുമോ? എപ്പോഴാ പേടി വരണേ? ഭയം ദ്വിതീയാൽ. രണ്ട് എന്ന് പറയുമ്പോഴാ പേടി വരാ. എനിക്ക് എന്നെ തന്നെ പേടി, നമ്മൾ അങ്ങനെ പറയാറുണ്ടോ? എനിക്ക് എന്നെ ഭയങ്കര പേടിയാണ്. അത് മണ്ടത്തരാ. നമുക്ക് നമ്മളെ പേടിയില്ല. പേടി എന്നുള്ളത് നമ്മളിൽ നിന്ന് അന്യമായിട്ടൊരു വസ്തു ഉണ്ട് എന്ന് പറയുമ്പോഴാ പേടി. നമ്മളിൽ നിന്ന് അന്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. പരീക്ഷത്തെ ജനനമോ മരണമോ തുടക്കമോ ഒടുക്കമോ ധർമ്മമോ കർമ്മമോ ഒന്നുമില്ലാത്ത നിർവികാരമായ, നിർഗുണമായ, നിഷ്കളമായ, അവ്യയമായ, അച്യുതമായ, അനശ്വരമായ ആത്മസ്വരൂപമാണ് അങ്ങ്. ഈ നശിക്കുന്ന ദേഹമല്ല എന്ന് മനസ്സിലാക്കൂ. അങ്ങ് ബ്രഹ്മമാണ്. അഹം ബ്രഹ്മ പരം ധാമ. അങ്ങ് ബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കൂ. ബ്രഹ്മാഹം തിരിച്ചും പറയിപ്പിച്ചു. ഞാൻ ഈശ്വരനാണ്, ഈശ്വരനാണ് ഞാൻ. ഇനി എന്തെങ്കിലും അങ്ങേക്ക് സംശയമുണ്ടോ? ഒരു സംശയവും. പിന്നെ പരീക്ഷിച്ചു. കിംഭൂയ ശ്രോതുമിച്ഛസി. അറിയേണ്ടതിനെ അറിഞ്ഞപ്പോ പിന്നെ പരീക്ഷത്തിന് ഒന്നും അറിയാനില്ല. ഇതാണ് നമ്മളാകുന്ന പരീക്ഷത്തുകളും അറിയേണ്ടത്. എന്ത്? കോഹം, ആരാ ഞാൻ?
അറിയേണ്ടതിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോ പിന്നൊന്നും അറിയാനില്ലാതായി. അപ്പൊ നമ്മളാകുന്ന മനുഷ്യരും അറിയേണ്ടത് നമ്മൾ ഈശ്വരസ്വരൂപികളാണ്, ബ്രഹ്മസ്വരൂപികളാണ്, ആനന്ദസ്വരൂപികളാണ്, ജനനമരണങ്ങളില്ലാത്തവരാണ്, നിത്യാനന്ദന്മാരാണ്. ഇതാ നമ്മൾ മനസ്സിലാക്കണ്ടേ. നമ്മളെല്ലാവരും ഈശ്വരന്മാരാണ്. അഹം ബ്രഹ്മാസ്മി. ശബരിമലയിൽ ചെന്നാൽ 18-ാം പടി കയറി ചെല്ലുമ്പോൾ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, തത്വമസി. ഉദ്ദാലക മഹർഷി പുത്രനായ ശ്വേതകേതുവിനോട് പറഞ്ഞത് തത് ത്വം അസി, ഇത് നീ തന്നെയാണ്, നീ തന്നെയാണ്, നീ തന്നെയാണ്, നീ തന്നെയാണ്, നീ ഈശ്വരനാണ്, 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 ഈശ്വരനാണ്. ഇപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് ജനനമരണങ്ങളില്ലാത്ത ആനന്ദസ്വരൂപികളായ ആത്മസ്വരൂപമാണ് നമ്മൾ. പിന്നെ പരീക്ഷത്തൊന്നും ചോദിച്ചില്ല. കല്ലോലമില്ലാതെ ഒരു ആഴി പോലെ നിശ്ചലമായ ജലാശയം പോലെ നിന്നു. അവിടെ നിന്ന് യാത്രയായി. പരീക്ഷത്തിനോട് യാത്ര പറഞ്ഞ് ശ്രീശുക ബ്രഹ്മർഷി യാത്രയായി. അറിയേണ്ടതിനെ അറിയിപ്പിച്ചു കൊടുത്തു. നമ്മൾക്കും ഇതാണ്, അറിയേണ്ടതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ല. സിദ്ധോസ്മി അനുഗ്രഹീതോസ്മി, ഞാൻ ധന്യനായി. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്തവണ 7-ാമത്തെ ദിവസം സപ്താഹം ഇന്നിവിടെ സമർപ്പിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം ഗുരുവായൂരപ്പനോട്, ധന്യോസ്മി അനുഗ്രഹീതോസ്മി, അറിയേണ്ടതിനെ ഞങ്ങൾ അറിഞ്ഞു. ഈ 7 ദിവസം കൊണ്ട് നമ്മൾ കേട്ട കഥകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെല്ലാവരും ഈശ്വരസ്വരൂപികളാണ്, ജീവേശ്വരന്മാരാണ്. അറിയേണ്ടതിനെ നമ്മൾ അറിഞ്ഞു എന്ന് പറയാൻ പറ്റണം. സപ്താഹത്തിന് പോയിട്ട് എന്തുണ്ടായി? 7-ാമത്തെ ദിവസം എനിക്ക് മനസ്സിലായി, അഹം ബ്രഹ്മാസ്മി, ഇതാണ് അറിയേണ്ടത് എന്നർത്ഥം. പിന്നീട് ആ തക്ഷകൻ വന്ന് പരീക്ഷത്തിന്റെ ശരീരത്തിനെ ദംശിക്കണു. പരീക്ഷത്തിന്റെ ശരീരം കരിഞ്ഞ് കരിക്കട്ടയായി. പരീക്ഷത്തിനെ അല്ല ദംശിച്ചത്, പരീക്ഷത്തിന്റെ ശരീരത്തിനെ ദംശിച്ചു. അപ്പോഴേക്കും വിഷ്ണുരാജൻ വിഷ്ണുപദത്തിലെത്തി. ഹേ ശൗനകാദികളെ, സരസ്വതി നദീതീരത്തെ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശൗനകാദി മഹർഷിമാർക്ക് സൂതൻ വർണ്ണിച്ചു കൊടുത്തതാണ് പരീക്ഷിത്ത്. വിഷ്ണുരാജൻ ഭഗവാനിലങ്ങടെത്തി. പിന്നീടാണ് ആ വേദങ്ങളുടെ വിഭജനം. വേദവ്യാസ മഹർഷി പരാശരന്റെയും അതുപോലെ സത്യവതിയുടെയും പുത്രനായിട്ട് ജനിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. വേദങ്ങള്, ഉപനിഷത്തുക്കള് എല്ലാം എഴുതി. ഋക്ക്, യജുസ്, സാമം, അഥർവം 4ആയിട്ട് വിഭജിച്ചു. ശിഷ്യപരമ്പരകൾക്ക് പറഞ്ഞു കൊടുത്തു. അതിൽ യാജ്ഞവൽക്യൻ യജുർവേദത്തിന്റെ ആചാര്യനായ വൈശംപായന്റെ ശിഷ്യൻ യാജ്ഞവൽക്യന് താൻ ഗുരുവിന് പറ്റിയ ദോഷം ഞാൻ ഒരുമിച്ച് തീർത്തോളാം എന്ന അഹംഭാവം വന്നപ്പോൾ സർവസ്വവും ഉപേക്ഷിച്ച് കളയാൻ പറഞ്ഞു. അങ്ങനെ യാജ്ഞവൽക്യൻ ആ സർവസ്വവും ഉപേക്ഷിച്ചു. അത് മഹർഷിമാര് തിത്തിരിപക്ഷികളായിട്ട് വന്ന് കൊത്തിത്തിന്നു. അങ്ങനെ തൈത്തിരീയം എന്ന വേദശാഖയുണ്ടായി. ഒടുവിൽ സൂര്യനാരായണമൂർത്തിയെ തപസ് ചെയ്തു. ഗുരുവിന് പോലും കിട്ടാത്തതായ വേദങ്ങളെ യാജ്ഞവൽക്യൻ നേടി. വാചസനങ്ങൾ എന്ന് പറയുന്ന കുതിരയുടെ രൂപത്തിൽ വന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തതുകൊണ്ട് വാചസനങ്ങൾ എന്ന് പറയുന്നു. അങ്ങനെ 18 പുരാണങ്ങൾ ഭാഗവതം ഉൾപ്പെടെ എഴുതി. ആ പുരാണങ്ങളുടെ ആചാര്യനായിട്ട് നിങ്ങളുടെ പൂർവികനായ മാർക്കണ്ഡേയ മഹർഷിയെ പാർവതീ പരമേശ്വരന്മാർ അവരോധിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ആ കഥ പറഞ്ഞു തരണം. 3 അധ്യായങ്ങളിലായിട്ട് ആ മാർക്കണ്ഡേയ ചരിത്രം പറഞ്ഞു കേൾപ്പിക്കണം. ഉദരത്തിനകത്ത് 14 ലോകത്തിലുള്ള സകലതും നിശ്വാസവായുവിലൂടെ പുറത്തേക്ക് ആ പ്രളയജലത്തിലേക്ക് തന്നെ വീണു. തൻ്റെ മരണം ഉറപ്പാണ്. ഈ ജലസമാധി അടയുന്ന ഉറപ്പായി. സകല ശക്തി ഉപയോഗിച്ച് ആ ഉണ്ണിക്കണ്ണൻ്റെ കാലുമ കരുകൾ പിടിച്ചു. ഉണ്ണിക്കണ്ണനും ഇല്ല, ഇലയില്ല, സമുദ്രവും ഇല്ല, തിരമാലകളില്ല, ചുഴിയില്ല, ജലജീവികളില്ല, സർപ്പങ്ങളില്ല, സ്രാവില്ല, ഒന്നുമില്ല. സ്വാശ്രമേ പൂർവ്വവൽ സ്ഥിത. പഴയതുപോലെ തൻ്റെ ആശ്രമത്തിലെ ചിത്ര എന്ന ശിലയിൽ താൻ തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം 10,000-കണക്കിന് സംവത്സരം മരണത്തിനെ മുഖാമുഖം കണ്ട് നീന്തി നടന്നത് മുഴുവൻ മായയായിരുന്നു എന്ന മാർക്കണ്ഡേയ മഹർഷിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ കരാരവിന്ദേന പദാരവിന്ദം എന്ന രീതിയിൽ ഉണ്ണിക്കണ്ണനെ ധ്യാനിച്ചുകൊണ്ട് അവിടെ തപസ് തുടർന്നു. അപ്പോഴാണ് ജഗൽപിതാക്കളായ പാർവതീ പരമേശ്വരന്മാർ അവിടെ ആകാശത്തുകൂടെ പോയത്. മഹാദേവി ചോദിച്ചു, നമുക്ക് നമ്മുടെ ഉണ്ണിയായ മാർക്കണ്ഡേയനെ ഒന്ന് കാണണ്ടേ? മഹാദേവൻ പറഞ്ഞു, അയംഹ്യ പരമോ ലാഭോ നൃണാം സാധു സമാഗമ. സജ്ജന സംസർഗമല്ലേ ഒരു മനുഷ്യന് ഏറ്റവും വലിയ ഭാഗ്യം. മാർക്കണ്ഡേയ മഹർഷിയുടെ മുമ്പിലേക്ക് നമുക്ക് പോവാം.
ജഗൽപിതാക്കളായ പാർവതീ പരമേശ്വരന്മാർ മുമ്പിൽ വന്നിട്ട് പോലും അറിഞ്ഞില്ല. കാരണം കരാരവിന്ദേന പദാരവിന്ദം, കണ്ണനെ ധ്യാനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ മുക്കണ്ണൻ വന്നാൽ അറിയോ? പാർവതി ദേവിക്ക് മനസ്സിലായി മഹാദേവന്റെ മുഖത്തൊരു ജാള്യം. എന്താ മഹാദേവ അങ്ങക്ക് മുഖത്തിൻ്റെ വാട്ടം? മഹാദേവൻ കണ്ണോട്ട് കാണിച്ചു, ദേ കണ്ടോ, മാർക്കണ്ഡേയ മഹർഷിയുടെ മനസ്സാകുന്ന തൊട്ടിലിൽ ഗുരുവായൂരപ്പനാ കിടന്നുറങ്ങണേ. പാർവദേവി ചോദിച്ചു, മമ്മിയൂരപ്പ അങ്ങക്ക് കയറി കിടക്കണോ? സംശയമുണ്ടോ? അയംഹ്യ പരമോലാഭോ ഗുണം സാധു സമാഗമ. എന്നാൽ കണ്ണനെ മാറ്റിയിട്ട് മുക്കണ്ണ അങ്ങ് കയറി കിടന്നോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കരാരവിന്ദേന പദാരവിന്ദം എന്ന് പറഞ്ഞ് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന മാർക്കണ്ഡേയ മഹർഷിക്ക് മനസ്സിൽ തെളിയണം മുഴുവൻ ചർമ്മംബരായ ശൗഭസ്മവിലേപനായ ഭാലക്ഷണായ ഫണികുണ്ടലമണ്ഡിതായ. കണ്ണനെ ചിന്തിക്കുമ്പോൾ മുക്കണ്ണന്റെ ചിത്രം വരണേ. ഇതെന്താ അത്യത്ഭുതം, കിമിതം കുതയേവേദി, ഇതെന്താ ഇങ്ങനെ സംഭവിക്കണത്? കണ്ണനെ വിചാരിച്ചാൽ എങ്ങനെയാ മുക്കണ്ണനെ വരണേ? കണ്ണ് തുറന്നു നോക്കിയപ്പോഴാണ് ജഗൽപിതാക്കളായ പാർവതീ പരമേശ്വരന്മാർ മുമ്പിൽ വന്ന് നിൽക്കണോ. പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചു. നമോ നമ ശങ്കര പാർവതീഭ്യാം ഗംഭീരമായിട്ട് സ്തുതിച്ചു. എന്താ ഉണ്ണിക്ക് വരം വേണ്ടേ? ഒരു വരവും വേണ്ട. രണ്ട് വിദ്വാന്മാർ ഇപ്പൊ വന്ന് വരം തന്നതിന്റെ ദുരിതം ഞാൻ അനുഭവിച്ചേ ഉള്ളൂ. ഒരു വരവും എനിക്കിനി വേണ്ട. അത് പറഞ്ഞാൽ പറ്റില്ല. ഉണ്ണിക്ക് വരം തരാണ്ട് ഞങ്ങൾ ഇവിടുന്ന് പോണ പ്രശ്നവുമില്ല. നിർബന്ധ സഹിക്ക വയ്യാതെ വന്നപ്പോൾ വരമേകം വൃണേധാപി പൂർണ്ണാൽ കാമാഭിപരിഷണാൽ ഭഗവത്യച്യുതാം ഭക്തിം തൽപരേഷു തഥാത്വൈ. അച്യുതനിൽ അച്യുതമായ ഭക്തി ഉണ്ടാവണം, അങ്ങയിലും ഉണ്ടാവണം, ഭക്തന്മാരിലും ഉണ്ടാവണം. ഹരിയിലും ഹരനിലും അവരുടെ ഭക്തന്മാരിലും അചഞ്ചലമായ ഭക്തി ഉണ്ടാവണം. അങ്ങേക്ക് ഭക്തി ഉണ്ടാവട്ടെ, ജ്ഞാനമുണ്ടാകട്ടെ, വൈരാഗ്യമുണ്ടാവട്ടെ, യശസ്വി ആവട്ടെ, പുണ്യമാവട്ടെ, ചിരഞ്ജീവിയാവട്ടെ, ത്രികാലജ്ഞാനിയാവട്ടെ, ബ്രഹ്മവചസ്വി ആവട്ടെ. മത്സരിച്ച് 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 പാർവതിയും പരമേശ്വരനും കൂടി കൊടുക്കണു. ഏറ്റവും അവസാനം 4 കൈകളും ശിരസിൽ വെച്ച് അനുഗ്രഹിച്ചു. പുരാണാചാര്യദാസ്തുതേ. അങ്ങനെയാണ് നിങ്ങളുടെ അപൂർവികനായ മാർക്കണ്ഡേയ മഹർഷി പുരാണങ്ങളുടെ ആചാര്യനായി തീർന്നത് എന്ന് പറയുന്ന സ്വരൂപമായിട്ട് നിൽക്കുന്ന ചൈതന്യത്തിനെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ദാ ഭഗവാൻ തൻ്റെ ആ ഉപദേശങ്ങളെ ഉപസംഹരിക്കാൻ തുടങ്ങുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ.